സോദരരെ സല്യൂട്ട്. പോലീസ് ആസ്ഥാനത്ത് AIG 2 ഞാൻ 3 വർഷത്തിലധികം കാലം ജോലി ചെയ്തെങ്കിലും പൊതുജനങ്ങളുമായി സമ്പർക്കം ഇല്ലാതിരുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ഓർത്ത് പറയാൻ പറ്റിയ കഥകളൊന്നുമില്ല. എങ്കിലും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവങ്ങളെക്കാൾ ഉപരിയായി ചില കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഒരു ഭരണപരമായിട്ടൊരു ഫയൽ തുടങ്ങുന്നത് എങ്ങനെയാണ്, അതിൻ്റെ നോട്ട് ഫയൽ എന്താണ്, അതിൻ്റെ കറസ്പോണ്ടൻസ് ഫയൽ എന്താണ്, അങ്ങനെയാണ് പേജ് നമ്പർ ഇടേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നോട്ട് എങ്ങനെ എഴുതണം, അങ്ങനെ വിവിധ തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. AIG 1 കുറച്ച് സീനിയർ ഓഫീസറായിരുന്നു, ഞാൻ വളരെ ജൂനിയർ SP ആയിരുന്നത് കൊണ്ട് AIG 2 ആയിട്ട് മാത്രമാണ് എനിക്ക് ഇരിക്കാൻ സാധിച്ചത്. പിന്നെ AIG PG എന്ന് പറഞ്ഞൊരു പ്രൊമോട്ടഡ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് പരാതികളും പിന്നെ അസംബ്ലിയിലുള്ള ഇന്റർപൊളേഷനും ഒക്കെ നോക്കേണ്ടത്. അദ്ദേഹവും ലീവിന് പോകുമ്പോഴും AIG 1 ഇല്ലാത്ത സമയത്തും ഒക്കെ അതിന്റെ അഡീഷണൽ ചാർജുകളും ഞാൻ വഹിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് 3 AIG-മാരുടെയും കൂടെ ജോലി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, ഒരു കുടിസുമുറിയിൽ ഇരുന്നുകൊണ്ട്. രാവിലെ തൊട്ട് രാത്രി വരെ ജോലിയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അപ്പൊ അതിനെന്നെ പഠിപ്പിക്കാൻ സഹായിച്ച ഒരു DIG അഡ്മിനിസ്ട്രേഷൻ ശ്രീവാസ്തവ സാറായിരുന്നു, രമൺ ശ്രീവാസ്തവ സാറ്. സാറിനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ തിരുവനന്തപുരത്തോട്ടുള്ള ട്രാൻസ്ഫറിന് വേണ്ടി ഞാൻ ക്ലിഫ് ഹൗസിൽ പോയി മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തെ കണ്ട് ഹസ്ബൻഡിൻ്റെ റിക്വസ്റ്റ് ഒക്കെ എഴുതി കൊടുത്തെങ്കിലും അത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് ശരിക്ക് പെട്ടെന്നൊന്നും നടന്നില്ല. അങ്ങനെ ശ്രീവാസ്തവ സാറാണ് അതിനകത്ത് പിന്നെ അവസാനം ഇടപെട്ടിട്ട് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനെയൊക്കെ ഫോണിൽ ചെയ്ത് അത് പെട്ടെന്ന് ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അത് ശരിയാക്കി തന്നത്. പിന്നെ വന്ന DIG-മാരും വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാറിയത്. പഴയ DGP മാറി പുതിയതായിട്ട് വന്ന DGP ജയറാം പടിക്കൽ സാറായിരുന്നു. അപ്പോൾ ജയറാം പടിക്കൽ സാറ് വന്നതോടുകൂടി എൻ്റെ ജോലി വളരെയധികം സന്തോഷകരമായും ഒരു അനായാസമായിട്ട് മാറി. കാരണം സാറിന് എന്നോട് ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് മുഴുവനും നടന്ന് കയറി എല്ലാവരുടെയും മുറി കണ്ടപ്പോൾ ഇവിടെയാണോ ശ്രീലഹി ഇരിക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ മുറി കണ്ടിട്ട് അദ്ദേഹത്തിന് തന്നെ സങ്കടമായി. കാരണം അറ്റാച്ച് ബാത്റൂം ഇല്ല. AIG PG-യുടെ മുറി കുറച്ചും കൂടെ നല്ല മുറി. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം അങ്ങോട്ടേക്ക് മാറ്റി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മുകളിൽ വേറൊരു മുറിയിലേക്ക് കുറച്ചുകൂടെ നല്ലൊരു വലിയ മുറി, അറ്റാച്ച് ബാത്റൂം ഒക്കെയുള്ള നല്ല ഓഫീസും ഒക്കെയുള്ള നല്ലൊരു മുറിയിലേക്ക് മാറ്റി. അപ്പോൾ അത് എനിക്ക് വലിയൊരു സന്തോഷമായി. അത് അദ്ദേഹം അങ്ങനെ ഒരു താല്പര്യം എൻ്റെ കാര്യത്തിൽ എടുത്തല്ലോ. പണിക്കർ സാർ ഒരു പ്രത്യേക രീതിയായിരുന്നു എല്ലാ കാര്യത്തിലും. അദ്ദേഹം യൂണിഫോം ഇട്ടുകൊണ്ട് സ്വന്തം കാർ ഓടിച്ചുകൊണ്ട്, ടാറ്റ എസ്റ്റേറ്റ് കാർ ഉണ്ടായിരുന്നു, ആ കാർ ഓടിച്ചുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നിരുന്നത്. ആ കാർ ഓടിച്ചുകൊണ്ട് വന്ന് പോർട്ടിക്കോയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അദ്ദേഹം ഇറങ്ങി സല്യൂട്ട് സ്വീകരിച്ചിട്ട് മോളിൽ കയറി പോകും. പോർട്ടിക്കോയിൽ അദ്ദേഹത്തിന്റെ കാർ ഇങ്ങനെ അവിടെ അദ്ദേഹം ഉണ്ടെന്നുള്ളതിന് തെളിവായിട്ട്, ഓഫീസിലുണ്ടെന്നുള്ള തെളിവായിട്ട് കാർ അവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു. എല്ലാ ഫയലുകളും എന്നെ വിളിച്ച് ചോദിക്കും, ഡിസ്കസ് ചെയ്യും, പല കാര്യങ്ങൾ അദ്ദേഹത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറയും. സെൻട്രലൈസ്ഡ് പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ പോലീസിന്റെ യൂണിഫോം ആർട്ടിക്കിൾസും അതുപോലെ പോലീസിന് ഉപയോഗിക്കേണ്ട പല കാര്യങ്ങളും, ലാത്തി, ഹെൽമെറ്റുകള്, ബൂട്ട്സ്, ഷീൽഡുകൾ പർച്ചേസ് നടക്കുമ്പോൾ DGS&D റേറ്റ് കോൺട്രാക്ട് ഉണ്ടല്ലോ, ഡയറക്ടർ ജനറൽ ഓഫ് സപ്ലൈസ് ആൻഡ് ഡിസ്പോസൽസ് എന്ന് പറഞ്ഞ ഒരു ഓഫീസുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ. ആ റേറ്റ് കോൺട്രാക്ട് അനുസരിച്ച് മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ പല ആൾക്കാരും കോട്ട് ചെയ്യും. അതിൽ നിന്നും മെച്ചപ്പെട്ടത് നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടെ കാണിച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി ഡെമോൺസ്ട്രേഷനൊക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹം വളരെ കുറച്ച് നാളെ ഇരുന്നുള്ള ലീവ് എടുത്ത് പോയിട്ട് റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും വന്ന് DGP ആയിട്ടിരിക്കുകയായിരുന്നു. AIG 1 എന്ന് പറയുന്നത് 7-8 AIG 1 ഉണ്ടായിരുന്നു. ഞാൻ അവിടെ AIG 2 ആയിട്ട് ഇരുന്ന സമയത്ത് ഒരു 5-6 AIG PG-മാരും മാറി മാറി വന്നു. DGP തന്നെ ഒരു 5 പേരെങ്ങാണ്ട് മാറി വന്നു, 5-6 പേര് മാറി വന്നു. അഡീഷണൽ ചാർജ് ആയിട്ട് കൃഷ്ണൻ നായർ സാറ്, സുബ്ബറാവു സാർ, അതൊക്കെ DGP-യുടെ ചാർജ് വഹിക്കുന്ന ഓഫീസേഴ്സ് ആയിട്ടിരുന്നു. പിന്നെ ചെറിയ ചെറിയ കാലയളവിലേക്ക് ചില ഓഫീസേഴ്സ് ഇരുന്നിട്ട് പോയി. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഒരുപാട് വന്നെങ്കിലും ഞാൻ മാത്രം അവിടെ നമ്മുടെ ആൽഫ്രഡ് ലോ ടെന്നിസന്റെ ഒരു കവിതയുണ്ട്, അരുവി, ദ ബ്രൂക്ക് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് അരുവി പറയുന്നത് പോലെ മെൻ മേ കം ആൻഡ് മെൻ മേ ഗോ ബട്ട് ഐ ഗോ ഓൺ ഫോർ എവർ എന്ന് പറയുന്ന പോലെ അപ്പുറം ഇപ്പുറമൊക്കെയുള്ള ആൾക്കാരൊക്കെ മാറി മാറി വരുന്നെങ്കിലും ഞാൻ മാത്രം ഇങ്ങനെ AIG 2 ആയിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ കുറേ നാള് നീണ്ടു പോയതുപോലെ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ പല DGP-മാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, SP-മാരുടെ ട്രാൻസ്ഫറിന്റെ സമയമാകുമ്പോൾ എനിക്കൊരു ജില്ല ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. തൃശ്ശൂർ ഞാൻ 3-4 മാസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു പുതിയൊരു ജില്ല കിട്ടിയാൽ ഇനിയിപ്പം അഡ്മിനിസ്ട്രേഷൻ വർക്കൊക്കെ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ ജില്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പലരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് DGP-മാരോട് പറയാനല്ലേ പറ്റുള്ളൂ, വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരല്ലേ ചെയ്ത് ശരിയാക്കേണ്ടത്. ഇങ്ങനെ അവസാനം പടിക്കൽ സാറ് മാറിയപ്പോൾ എൻ്റെ ഒരു ബന്ധു, ഞാൻ നേരത്തെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം DGP ആയിട്ട് വന്നു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിട്ട്, വളരെ നല്ല ഓഫീസറായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം എന്നെ കാര്യമായിട്ട് സഹായിച്ചില്ല. പലപ്പോഴും ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും, ഞാൻ ഇന്ന് CM-നെ കാണാൻ പോകുമ്പോൾ SP-മാരുടെ ട്രാൻസ്ഫറിന്റെ കൂട്ടത്തിൽ
നിന്റെ ട്രാൻസ്ഫറും കൂടെ ഞാൻ ശരിയാക്കാൻ പറയുന്നുണ്ട്, നിന്നെ പത്തനംതിട്ടയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പോയിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ചോദിക്കും, എസ് പിമാരുടെ എല്ലാവരുടെയും ലിസ്റ്റ് വരുമ്പോൾ എൻ്റെ പേര് അതിനകത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, സാർ എന്ത് പറ്റി? ഞാൻ അല്ലാതെ അദ്ദേഹത്തെ കാണുമ്പോൾ ചേട്ടൻ എന്നാ വിളിച്ചിരുന്നതെങ്കിലും ഓഫീസിൽ വെച്ച് എപ്പോഴും ഞാൻ സല്യൂട്ട് ചെയ്യുകയും സാറെന്നായിരുന്നു അഭിസംബോധന ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയതാണ് സാർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ സജസ്റ്റ് ചെയ്തു, പക്ഷെ അവർ സമ്മതിച്ചില്ല. കാരണം അവിടെ ഇരിക്കുന്ന പത്തനംതിട്ടയിലെ കളക്ടർ വനിതയാണല്ലോ, അപ്പോൾ SP കൂടെ വനിത ആക്കി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്താ സാറിന്? ഇപ്പം അദ്ദേഹം ഇങ്ങനെ പഴയ ഒരു പഴഞ്ചൊല്ല്, വളരെ മോശമാണ് അത്, 2 തലകൾ തമ്മിൽ ചേരും 4 ഡാഷുകൾ തമ്മിൽ ചേരില്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം അത് ഉറക്കെ മറ്റുള്ള ഓഫീസേഴ്സൊക്കെ കേൾക്കി അത് പറയുകയും എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്തപ്പോഴും എനിക്ക് വല്ലാതെ തോന്നിയത്. പിന്നെ പല പ്രാവശ്യം അദ്ദേഹം ഇങ്ങനെ പറയും, ഞാൻ നിനക്ക് ആ ജില്ല വെച്ചിട്ടുണ്ട്, ഈ ജില്ല തരാം, ആലപ്പുഴ തരാം, മറ്റേ തരാം എന്നൊക്കെ പറയുമെങ്കിലും ഓരോരോ ലിസ്റ്റുകൾ വരുമ്പോഴും ഒക്കെ എൻ്റെ പേര് അതിനകത്തില്ല. അപ്പൊ അദ്ദേഹം പറയും, അത് മുഖ്യമന്ത്രി സമ്മതിക്കാഞ്ഞിട്ടാണ് എന്ന് പറയുമായിരുന്നു. ഫയൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് കുതന്ത്രങ്ങളുണ്ട് അതിനകത്ത്. കാരണം നമ്മുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം എന്ന് പറയുന്നത് വലിയൊരു പവർ സെന്റർ ആണ്. അപ്പൊ അവിടെ ട്രാൻസ്ഫർ, പോസ്റ്റിങ്സ്, ഡിസിപ്ലിനറി ആക്ഷൻ, പർച്ചേസ്, അതുപോലെ അസംബ്ലിയിലെ കാര്യങ്ങൾ, സർക്കാരിലേക്ക് അയക്കുന്ന കത്തുകളുടെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള പല പല തരത്തിലുള്ള ഫയലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ചില ഫയലുകൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രൊമോഷനൊക്കെയുള്ള ഫയലുകൾ തടഞ്ഞു വെക്കുമ്പോൾ ഒരുപാട് ഓഫീസേഴ്സ് വന്ന് ഫയൽ നീക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉള്ളതായി അറിയാം. എൻ്റെ ശ്രദ്ധയിൽ വരുമ്പോഴൊക്കെ ഞാനത് കഴിയുന്നതും തിരുത്താനും അവോയ്ഡ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. പെട്ടെന്ന് എല്ലാവർക്കും നീതിയും ന്യായവും ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷേ വാഹന പർച്ചേസ് വരുന്ന സമയത്ത് അവിടെയാണ് ഏറ്റവും വലിയതായിട്ട് ശ്രദ്ധിക്കേണ്ടി വരുന്നത്. കാരണം ജീപ്പുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ വലിയ എമൗണ്ടാണ്, കോടിക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റാണ് എല്ലാ വർഷവും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അന്ന് തന്നെ കിട്ടിയിരുന്നത്. വാഹനം വാങ്ങുമ്പോൾ ജീപ്പുകൾ പോലീസ് സ്റ്റേഷന് വേണ്ടി വാങ്ങുമ്പോൾ 100, 150, 200 വാഹനങ്ങളൊക്കെയാണ് അറ്റസ്റ്റ് ഒരു പെട്ടെന്നൊരു പൈസ കിട്ടി. സെൻട്രൽ ഗവൺമെന്റിന്റെ മോഡേണൈസേഷൻ ഫണ്ടൊക്കെ ഉണ്ട്, അതിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ സാധനങ്ങൾ, വാഹനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് അഴിമതി അതിൻ്റെ ഇടയിൽ നടക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഫയലുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് നീക്കുമ്പോഴും ഓരോ ഫയൽ നോട്ട് എഴുതുമ്പോഴും ഒക്കെ ഞാൻ എങ്ങനെ ശ്രദ്ധിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്തൊരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ എഴുതിയ നോട്ട് മാറ്റണം, അതിനകത്ത് എന്നിട്ട് വേറെ രീതിയിൽ എഴുതണം എന്ന് പറഞ്ഞിട്ട് ഞാനത് വിസമ്മതിച്ചത് കൊണ്ട് എൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹം ആ പേജ് എടുത്ത് കീറി കത്തിച്ച് കളയുകയും AIGയുടെ നോട്ട് ഇല്ലാതെ തന്നെ ഫയൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ JSന്റെ ജൂനിയർ സൂപ്രണ്ടിൻ്റെയും സീനിയർ സൂപ്രണ്ടിൻ്റെയും മാനേജറുടെയും നോട്ടിൻ്റെ പുറത്ത് നേരിട്ട് ആ സീനിയർ ഓഫീസർ AIGയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്നെ നോട്ട് എഴുതി ഫയലിൽ ഓർഡർ ചെയ്ത് സാധനം വാങ്ങുമായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഒരു 30 അല്ലെങ്കിൽ 40 ജീപ്പ് വാങ്ങുമ്പോൾ ഒരു ജീപ്പ് ഫ്രീ, അല്ലെങ്കിൽ ഒരു ജീപ്പിന്റെ പൈസ ഫ്രീ ആയി നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. അപ്പം അത് സാധാരണ നമ്മൾ ചെയ്യുന്നത് അതും കൂടെ എക്സ്ട്രാ നമ്പർ ഓഫ് ജീപ്പുകളായിട്ട് അല്ലെങ്കിൽ കാറുകളായിട്ട് വാങ്ങാറുണ്ട്. അപ്പം അങ്ങനെ ആ ജീപ്പിന്റെയും അംബാസഡർ കാറുകൾ വാങ്ങുന്നതിന്റെ ഫയൽ വന്നപ്പോഴും ഒക്കെ ഇത് മറച്ചു വെച്ചുകൊണ്ട് അതിന്റെ കാശ് എങ്ങോട്ട് പോയി എന്ന്, അല്ലെങ്കിൽ ആ വണ്ടി എങ്ങോട്ട് പോയി എന്നുള്ളത് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ആണ് ആ ഫയൽ പിന്നീട് നീങ്ങിയതെന്നുള്ളത് മനസ്സിലായി. പക്ഷെ നമ്മളൊന്നും ആരോടും അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം നമ്മളെ തന്നെ സ്വയം ചെളിവാരി അറിയലല്ലേ, അതുകൊണ്ട് അത് പറയാറില്ല. പക്ഷെ രസകരമായ വേറൊരു കാര്യം അവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കാറുള്ളത്, ഈ ഫയലുകൾ ചിലപ്പോൾ വിജിലൻസുകാർ ചോദിക്കും. ചില കേസുകളിൽ അഴിമതി ഉണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വിജിലൻസുകാർ വന്നിട്ട് ചില ഫയലുകൾ ചോദിക്കും. ചിലപ്പോൾ ഓഡിറ്റിന്റെ ചില ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഫയൽ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഒരു സാധാരണ എല്ലാ ഫയലുകളും 10 വർഷത്തേക്ക് നമ്മൾ സൂക്ഷിച്ചു വെക്കണം എന്നാണ് പറയുന്നത്. കാരണം 10 വർഷമാണ് ഒരു ഫയലിന്റെ കാലാവധി. ഫയൽ കൂട്ടി വെക്കുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവര് ഫയല് നശിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏത് ഫയലാണോ നശിക്കേണ്ടത് ആ ഫയൽ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ലഡുവിന്റെ പൊടികൾ, ഭക്ഷണം കഴിക്കുന്നതിന്റെ ലഡുവിന്റെ പൊടികളൊക്കെ വാരി ഓരോ പേജുകളുടെ ഇടയിലും ഒക്കെ വെതറി വെക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഉറുമ്പ് വരും. ഉറുമ്പ് വന്ന് ഉറുമ്പും ചെതലും ഒക്കെ വന്നിട്ട് അതൊക്കെ ലഡു പൊടിയാണല്ലോ, അത് തിന്നാനായിട്ട് വന്ന് കടിക്കുമ്പോൾ ആ പേജുകളെല്ലാം ദ്രവിച്ചു പോകും. അപ്പൊ വിജിലൻസുകാർ ഒന്ന് ഫയൽ ചോദിക്കുമ്പോൾ അവർ ഫയൽ എടുത്ത് കൊടുക്കും. ഫയലിന്റെ മുകളിലും താഴെയും ഒക്കെ കാണും, പക്ഷെ അകത്ത് മുഴുവനും ഇങ്ങനെ ഉറുമ്പ് തിന്ന രീതിയിലായിരിക്കും. അപ്പൊ ഒരു വിവരവും അതിനകത്ത് നിന്ന് കിട്ടില്ല. അപ്പൊ കേസിൽ നിന്ന് പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. 3 വർഷവും ഒരു 3-4 മാസവും AIG 2 ആയി ഞാൻ നിരന്തരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയ സമയത്താണ് സാവി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മാസിക, അതിൻ്റെ ഒരു ജേർണലിസ്റ്റ് വന്ന് എന്നോട് ചോദിക്കുന്ന, ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമോ, കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS അല്ലേ, അപ്പോൾ ഇംഗ്ലീഷിലൊരു ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ സാവി മാഗസീനിൻ്റെ ഫ്രണ്ട് പേജിൽ എൻ്റെ പടവും വന്നു, യൂണിഫോം ഇട്ട പടവും വന്നു,
എൻ്റെ ഇന്റർവ്യൂവിനകത്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിവേചനങ്ങൾ, സ്ത്രീ ആയതിൻ്റെ പേരിലുള്ള വിവേചനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പം തന്നെ എന്നെ ജില്ലയിൽ പോസ്റ്റ് ചെയ്യുന്നില്ല, എന്നെ ബറ്റാലിയനിൽ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ഞാൻ എൻ്റെ വിഷമവും പരിഭവവും എല്ലാം കൂടെ ഞാൻ ജേർണലിസ്റ്റിനോട് പറഞ്ഞ ഒരു സുഹൃത്തായിരുന്നു. പക്ഷെ അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപടി അച്ചടിച്ച് വന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ശകലം ക്ഷീണമായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. DGP പുതിയതായിട്ട് വന്ന് ചാർജ് എടുത്തു, രാജഗോപാലൻ നായർ സാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വന്ന് ചാർജ് എടുത്ത് 3 മാസത്തിനകം എനിക്കൊരു ജില്ല തരികയായിരുന്നു ചെയ്തത്. അത് എന്നെ ആലപ്പുഴ ജില്ലയിലെ SP ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഓർഡർ ഇറക്കുകയായിരുന്നു ചെയ്തത്. ഒരു IAS ഓഫീസർക്ക് ഏറ്റവും പ്രിയങ്കരം എന്ന് പറയുന്ന ഒരു ജില്ലയുടെ കളക്ടറായി ജോലി ചെയ്യാനായിരിക്കും. അതുപോലെ തന്നെ ഒരു IPS ഓഫീസറിന് ഏറ്റവും സന്തോഷം ഒരു ഫീൽഡ് പോസ്റ്റിംഗ് ആണ്. ഒരു ജില്ലയുടെ SP ആയിട്ട് ജോലി ചെയ്യുന്നത്, ഒരു DIG ആയിട്ടോ റേഞ്ചിൽ IG ആയിട്ട് സോണിൽ അവിടെയൊക്കെ ഇരിക്കുന്നതാണ് ഏറ്റവും തൃപ്തികരമായിട്ടുള്ള, ഒരുപാട് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റുന്നതും ഒരുപാട് അധികാരങ്ങളുള്ളതുമായിട്ടുള്ള ഒരു പദവിയാണ്. കുറേ അധികം അനുഭവങ്ങളും നമുക്ക് കിട്ടും അതിൽ കൂടെ. അപ്പോൾ അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ SP ആയിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പോകാൻ വളരെ സന്തോഷമായിരുന്നു. ഞാൻ വളരെ തൃപ്തിയോടെ സന്തോഷത്തോടു കൂടിയുമാണ് ആ ജില്ലയിലേക്ക് പോയത്. സസ്നേഹം, ശ്രീലേഖ.